ഇത് യഥാർത്ഥത്തിൽ പ്രതീകാത്മകമായി പ്രാതിനിധ്യം ഉറപ്പുവരുത്തുകയും വ്യവസ്ഥാപിതമായി ഒഴിവാക്കുകയും ചെയ്യുന്ന വളരെ മനോഹരമായൊരു കപട രാഷ്ട്രീയമാണ് BJP പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറയും, സിംബോളിക് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറയും, സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സ്ക്ലൂഡ് ചെയ്യുകയും ചെയ്യും. ഇതാണ് യഥാർത്ഥത്തിൽ BJP പയറ്റിക്കൊണ്ടിരിക്കുന്ന ജാതി രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ. അത് കേവലം വോട്ട് ബാങ്ക് അപ്പീസ്മെൻ്റ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിനെ നോക്കൂ, ഈ തിരഞ്ഞെടുപ്പിൽ BJPയുടെ ജാതി രാഷ്ട്രീയം അമ്പയെ പരാജയപ്പെട്ടൊരു തിരഞ്ഞെടുപ്പാണ്. ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഉത്തർപ്രദേശിലേക്ക് മാത്രം നോക്കൂ, 17 SC സീറ്റുകളിൽ, 17 റിസർവ്ഡ് സീറ്റുകളിൽ BJP കഴിഞ്ഞ തവണ 14 വിജയിച്ചു കയറിയതാണ്. 2014 17 റിസർവ് സീറ്റുകളും വിജയിച്ചു കയറിയതാണെങ്കിൽ ഇത്തവണ 8 സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു BJPക്ക്. അവിടെ ബാക്കിയുള്ള 7 സീറ്റുകളും നേടിയിരിക്കുന്നത് ആരാണ്? BSP ആണ്.